നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അനൂപ് വിജയ മോനെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂ ഔട്ട്ലാൻഡറിൻ്റെ ഒരു ഓണേഴ്സ് റിവ്യൂ ആണ്. അത് കൂടാതെ തന്നെ ഇപ്പം മിത്സുബിഷി ലോഞ്ച് ചെയ്തിട്ടുള്ള ഡെസ്റ്റിനേറ്ററും ഔട്ട്ലാൻഡറും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോകളാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ രണ്ട് വണ്ടിക്കും ഒരേ വലുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഒരല്പം ഹൈറ്റ് കൂടുതൽ ഡെസ്റ്റിനേറ്ററിനാണ്. വീതി നീളത്തിലാണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററോളം ഔട്ട്ലാൻഡറിനാണ് കൂടുതൽ നീളത്തിൽ. പക്ഷേ അകത്ത ഒരു വീതി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1840 mm ആണ് ഡെസ്റ്റിനേറ്ററിന്. പക്ഷേ 1897 ഔട്ട്ലാൻഡറിന്. വീതി ശരിക്കും നല്ല രീതിയിൽ തന്നെ പുറകിലത്തെ 3 പേര് ഇരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കുറച്ചുകൂടെ സ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഔട്ട്ലാൻഡർ തോന്നുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഈ കാണുന്നതാണ് ഔട്ട്ലാൻഡറിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഡെസ്റ്റിനേറ്ററിൻ്റെ ഇൻറ്റീരിയറൂടെ നോക്കാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ടച്ച് സ്ക്രീനാണ് ഡെസ്റ്റിനേറ്ററിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് 2 വാഹനങ്ങളുടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറകിലായിട്ട് ഈ നൂത്ത് വെക്കാവുന്ന രീതിയിലാണ് തേർഡ് റോയുടെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. പിന്നീട് പുറകിൽ നമുക്ക് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള നല്ല സീറ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇവിടെ നിന്ന് തന്നെ നമുക്ക് പുറകിലത്തെ റോയും കാണാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത് റിയർ AC വെൻ്റ് മുകളിലാണ് കൊടുക്കുന്നത്. കൺട്രോളാണെങ്കിൽ സാധാരണ AC വെൻ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് AC നമുക്കിവിടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു AC ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾ, അന്നേരം ഈ കാണുന്നതാണ് AC വെൻ്റ്. ഇവിടെ നമുക്കൊരു ലൈറ്റും കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലൈറ്റാണ്. പിന്നെ പനോരമിക് സൺറൂഫും നമുക്കിവിടെ കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് കൺട്രോൾസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ലാർജ് സ്ക്രീനും നമുക്ക് കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഇൻറ്റീരിയർ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കില്ല വിമാനത്തിലൊക്കെ കാണുന്ന കണക്കാൻ ആഹാരമൊക്കെ വെച്ച് കഴിക്കാനും കണക്കാൻ ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനും വേണ്ടിയുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അത് ശരിക്കും കണ്ടപ്പോഴത്തേക്ക് ഒരു കൗതുകം പോലെ തോന്നി. ആ ഒരു സംഭവം ഔട്ട്ലാൻഡറിന് ഇല്ലാത്തതാണ്. പിന്നെ പുറകിലും അത്യാവശ്യം തേർഡ് റോയുടെ സീറ്റൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ട്. പിന്നെ കുറേ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷനിലെല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ. നമ്മളെ ഫസ്റ്റ് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ പറയാനും വേണ്ടിയുള്ളത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഗിയറിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടുണ്ട്, നോബ്. അന്നേരം അത് ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സീറ്റിനൊക്കെ വരുന്നത്. നല്ലൊരു ഇതൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീനൊക്കെ കൊള്ളാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു ഭയങ്കര ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ പോലെ വണ്ടിക്കകത്ത് ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ശരിക്കും നല്ല ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. കാര്യം പറയാൻ വേണ്ടിയുള്ളത് നമുക്ക് ഇച്ചിരി ആക്സിലേറ്ററൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്പോർട്ടി നോട്ടൊക്കെ ഉള്ളോട്ട് നല്ലോണം വരുന്നുണ്ട്. അതൊരു എടുത്ത് പറയേണ്ടതൊരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആക്സിലേഷൻ കൊടുത്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒരു നമ്മളെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു സ്പോർട്ടി നോട്ട് ഉള്ളിലോട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഔട്ട്ലാൻഡറിന് ഇത്രയും ഒരു ശബ്ദം ഉള്ളിലോട്ട് കയറില്ല. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ഈ ഡ്രൈവ് മോഡ്സുകളൊക്കെ മാറ്റിയിടുമ്പോഴത്തേക്ക് നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് നല്ല രീതിയിൽ മാറുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടിരുന്ന സ്റ്റിയറിങ് ഈ മോഡുകൾ മാറ്റുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സ്റ്റിഫായി വരുന്നുണ്ട്. അതും ഒരു എടുത്തു പറയേണ്ടുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. വളരെ നല്ല ഇഷ്ടപ്പെട്ട നമുക്ക് സ്പോർട്ടി വാഹനങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഔട്ട്ലാൻഡറിനാണെങ്കിൽ ഒരു 2.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനാണ് വരുന്നത്. പക്ഷേ ഡെസ്റ്റിനേറ്ററിനകത്താണെങ്കിൽ 1.5 ടർബോ ചാർജർ എഞ്ചിനാണ്. അതായത് ലോവർ RPM തന്നെ ഏകദേശം ഒരു 5000 RPM തന്നെ ഇതിന് മാക്സിമം പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഔട്ട്ലാൻഡറിന് വരുന്നത് 6000 RPM എൻ്റെ മാക്സിമം പവർ കിട്ടുന്നത്. ഏകദേശം ഒരു 184 HP ആണ് ശരിക്കും ഔട്ട്ലാൻഡറിൻ്റെ പവർ വരുന്നത്. പക്ഷേ ഡെസ്റ്റിനേറ്ററിനകത്താണെങ്കിൽ 163 HP ആണ് വരുന്നത്. പക്ഷേ ഡെസ്റ്റിനേറ്ററിനകത്ത് 250 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ഔട്ട്ലാൻഡറിനകത്ത് 244 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലാൻഡറിന് ഡെസ്റ്റിനേറ്ററിനൊക്കെ ഒരു 10 ലിറ്റർ കൂടുതലാണ്. അതിനകത്ത് 55-45 ആണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് അലാറങ്ങളും കാര്യങ്ങളും എല്ലാം മുകളിലായിട്ടാണ് കൊടുക്കുന്നത്. അതും ശരിക്കും നോർമൽ ഡിസൈനിങ്ങിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നി. സീവെൻ്റ് വളരെ സൂപ്പറായിട്ടുണ്ട്. പുറകെ ഇരിക്കുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല തേർഡ് റോയിലും ഒരു AC വെൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പം ഈ ട്രക്കേജിനകത്ത് നോക്കിയാൽ അറിയാനും വേണ്ടി പറ്റും. ഏകദേശം 11371 കിലോമീറ്ററാണ് ഓടിയത്. അതായത് 10000 കിലോമീറ്ററിലായിരുന്നു നമ്മളെ ഫസ്റ്റ് സർവീസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്.
അന്നേരം ഈ വണ്ടിയുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, പറയത്തക്ക ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സത്യസന്ധമായിട്ടുള്ള ഒരു ഓണേഴ്സ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. അതായത് ഹൈ സ്പീഡിലൊക്കെ പോയാലും അധികം സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. നമ്മുടെ ഡെസിഗ്നേറ്ററിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ വേണ്ടിയുള്ളത് അത് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ളതും ഒരു അത്യാവശ്യം ഒരു ഹാർഷ് ഡ്രൈവിംഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഉള്ള ഒരിതാണ്. അതിനകത്ത് അത്യാവശ്യം സൗണ്ടും സ്പോർട്ടി നോട്ടും ഒക്കെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇതിനേക്കാളും ഒരു ക്വിക്ക് ആക്സിലറേഷനും കാര്യങ്ങളും ഒക്കെ ആ വണ്ടിക്ക് തന്നെയാണ് വരുന്നത്. പവറിൻ്റെ കാര്യത്തിൽ ഇതിന് കൂടുതലാണെങ്കിൽ പോലും ആ ഒരു ടെർബോ എൻജിൻ ആയതുകൊണ്ട് തന്നെ അതിനകത്താണ് ശരിക്കും 0-100 ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഒരു 10,000 ദിർഹംസോളം സ്റ്റാർട്ടിങ്ങിൽ ബേസ് വണ്ടികൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10,000 ദിർഹംസോളം ഔട്ട്ലാൻഡറിനേക്കാളും കുറവാണ് ഡെസിഗ്നേറ്റർ. അതും ആ വണ്ടിയുടെ 2 അഡ്വാൻറ്റേജാണ്. സെയിം ഏകദേശം അതേ വലുപ്പമുള്ള വണ്ടിക്ക് തന്നെ ഒരു 10,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അന്തരം വരുന്നുണ്ട്. എന്തുകൊണ്ട് ഔട്ട്ലാൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് അത്യാവശ്യം ഈ വിലയിൽ ഇത്രയും വലുപ്പമൊക്കെ ഉള്ള ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടി ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. 0-100 8 സെക്കൻഡുകളൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അന്നേരം അതുമാതിരി നല്ല അത്രയും നല്ല പെർഫോമൻസും എന്താ ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ ഉള്ള 2 വണ്ടികൾക്കൂടെ ഡെസ്റ്റിനേറ്ററിന് ഔട്ട്ലാൻഡറിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ്. പിന്നെ കട്ടർ ബാഗ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, പാഡിൽ ഷിഫ്റ്റർ അങ്ങനത്തെ ഉള്ള ഫീച്ചറൊക്കെ ഉണ്ട്. പിന്നെ യമഹയുടെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. സൗണ്ട് സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഡെസിഗ്നേറ്ററിനാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഗിയർ ബോക്സ് അല്ല, ഇത് ശരിക്കും നിസാൻ റോഗിൻ്റെ ചേസും നിസാൻ റോഗിൻ്റെ എഞ്ചിനുമാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. ഈ ഗിയർ ബോക്സ് ഒക്കെ നിസാൻ റോഗിൻ്റെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഡെസിഗ്നേറ്ററിനകത്ത് അതിനകത്തും നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് ഈ വണ്ടിയുടെ ഒരു ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ DRL ആണ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ 2 ലൈറ്റുകളാണ് നമ്മളെ ഹെഡ്ലൈറ്റായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് ഇതിൻ്റെ താഴെയാണ് വരുന്നത്. ശരിക്കും ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സെൻസറാണ്. പിന്നെ ബേസ് മോഡലിന് 18 ഇഞ്ച് ടയറാണ്, അലോയ് ആണ് വരുന്നത്. ടോപ്പ് ആകുമ്പോഴത്തേക്ക് അത് 20 ഇഞ്ച് അലോയ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രൈറ്റ് ആക്കുമ്പോഴത്തേക്ക് ഈ 3 ലൈറ്റുകൾ നമുക്ക് കത്തുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പിൻ്റെ ലൈറ്റ് വരുന്നത് ശരിക്കും ഇവിടെയാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് കൂടെ കത്തുന്നതിലേക്ക് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ വെട്ടവും കൂടെ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല വെട്ടം തന്നെയാണ് ഇവിടെ വണ്ടിക്കുള്ളത്. ഫോഗ് ലാമ്പ് 3 ലൈറ്റുകളും ഇങ്ങനെ കത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരുന്നത്, പാർക്ക് ലൈറ്റ്. പിന്നെ ഈ കാണുന്നത് ബ്രേക്ക് ലൈറ്റും പിന്നെ ഇത് റിവേഴ്സിൻ്റെ ലൈറ്റുമാണ്. ഇൻറ്റീരിയറൊക്കെ വരുന്നത് ബേസിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എക്സ്പാൻഡറുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗിയർ ബോക്സിൻ്റെ സിസ്റ്റമൊക്കെ ആണ് ഇതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഡോറിനകത്ത് അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ബോട്ടിലൊക്കെ വെക്കാനും വേണ്ടി പറ്റുന്നത്. പിന്നെ പുറകിലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ യമഹയുടെ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടൊരു ചെറിയൊരു AC വെൻ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു AC വെൻ്റ്, ഇത്രയും സംഭവങ്ങളാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ പുറകിലായിട്ട് ഏറ്റവും റിയർ സീറ്റിലിരിക്കുന്നവർക്ക് AC വെൻ്റുകളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ശരിക്കും നമുക്കിവിടെ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ടെയിൽ ലാമ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ 7 സീറ്ററിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് നൂത്തുകാനും വേണ്ടി പറ്റും. ഇനി ഈ ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമാണ്. അഡൾട്ട്സ് ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ ഇരിക്കണം, അതൊരു സത്യം തന്നെയാണ്. അത് ഈവൻ ഡെസ്റ്റിനേറ്ററിനകത്ത് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ അടുത്തത് പറയാൻ വേണ്ടിയുള്ളത് സ്റ്റെപ്പിന് ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് വലിച്ചിളക്കി ഇങ്ങനെ എടുക്കാനും വേണ്ടി പറ്റും. പിന്നെ ഇവിടെയും കൂടെ നമുക്കൊരു ലൈറ്റ് കൂടെ വരുന്നുണ്ട്. ഒരു പക്ഷേ ഇച്ചിരി എക്സ്ട്രാ വെട്ടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടെ ഒരു സ്പേസിനുള്ളതുണ്ട്. പിന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ സീറ്റിൻ്റെ കളർ ശരിക്കും ഇതാണ് വരുന്നത്. ഇത് നമ്മൾ തെമൂന്ന് വാങ്ങിയ 160 ദിർഹംസിൻ്റെ സീറ്റ് കവറാണ് ഇപ്പോൾ തൽക്കാലം ഇട്ടിരിക്കുന്നത്. അടുത്ത ലൈറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു മിററുണ്ട്. അത്യാവശ്യം മൂവൊക്കെ നോക്കാനും വേണ്ടി അതിൻ്റെ മണ്ടയിലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്, ഒരു വാനിറ്ററി മിററും. പിന്നെ അതിനൊരു ലൈറ്റും 2 സൈഡിലും, പാസഞ്ചർ സൈഡിലും ഡ്രൈവർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ SOS കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെട്ടമുള്ള ലൈറ്റുകളൊക്കെ തന്നെയാണ്, ഇതിലെ ലാമ്പുകളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു പാഡിൽ ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാനുവലായിട്ട് ഓടിക്കാൻ വേണ്ടി അത്യാവശ്യം ഉപകാരമുള്ള സംഭവമാണ്. ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ, ഹെഡ്ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക്, അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. ഇവിടെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ശരിക്കും ഡെസിഗ്നേറ്റർ ആണെങ്കിൽ ഇതിനോട് ഒരുമിച്ചിട്ടുള്ള കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ളൊരു ടച്ച്
സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ കുറച്ചുകൂടെ എനിക്ക് ഈ ഒരു കൺസോളൊക്കെ ഇഷ്ടപ്പെട്ടത്, പിന്നെ പുറകിലത്തെ ഒരു വീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഔട്ട്ലാൻഡറിനാണ്. ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നത് ശരിക്കും ഇവിടെയാണ്. നമുക്കിവിടെ ഇങ്ങനെ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ തന്നെയാണ് നമുക്ക് അങ്ങനെ കാണാനും വേണ്ടി പറ്റുന്നത്. ഓരോ എക്കോ, സ്പോർട്ട്, ഗ്രാവൽ, നോർമൽ അങ്ങനത്തെ ഉള്ള ഇതെല്ലാം കാണിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെയാണ്. ശരിക്കും അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും മോഡ് ഡെസിഗ്നേറ്ററിനൊക്കെ കൂടുതലുള്ളത് ഔട്ട്ലാൻഡറിനകത്താണ്. പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട്. ടോപ്പിനകത്ത് ഒരു സിഗരറ്റ് ലൈറ്ററും ഉണ്ട്, സിഗരറ്റ് ലൈറ്റർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടോപ്പിനകത്താകുമ്പോഴത്തേക്ക് വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസിനകത്ത് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. സുഹൃത്തുക്കൾ, അന്നേരം നമ്മളെ മ്യൂസിക് ഒന്ന് ഇട്ടിരിക്കുകയാണ്. അന്നേരം ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേറെ പാട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളെ സ്വന്തം പാട്ടാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് സിസ്റ്റം തന്നെയാണിത്. ഇനിയിപ്പോൾ ഇത് മൊബൈലിനകത്ത് എടുക്കുമ്പം എന്തുമാത്രം ക്വാളിറ്റി നിങ്ങൾ കാണുന്ന വീഡിയോക്കകത്ത് കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ നമുക്ക് ബാസൊക്കെ നമുക്ക് കൂട്ടാനും വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഓക്കെ, റെക്കോർഡ് ചെയ്തോളിയാ. സുഹൃത്തുക്കൾ, അന്നേരം അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. സുഹൃത്തുക്കൾ, അന്നേരം നമ്മളെ വണ്ടിയുടെ വെട്ടമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത്രയും വെട്ടമൊക്കെ ആണുള്ളത്. നമുക്കിപ്പോൾ ഡിം അടിച്ചു, ഫോഗ് ലാമ്പ് ഓഫ് ചെയ്തു. അന്നേരം അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. ശരിക്കും അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഔട്ട്ലാൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നിങ്ങൾ ഔട്ട്ലാൻഡർ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ഇത്രയും വലിപ്പമുള്ള ഈ വിലയിലുള്ള നല്ല ഒരു ജപ്പാൻ വണ്ടി തന്നെയാണ് ഔട്ട്ലാൻഡർ. 2.5 എഞ്ചിനുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള, അതായത് 18 ഇഞ്ച് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂപ്പറാണ്. ബെറ്റർ ദാൻ ഡെസിഗ്നേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപടി മുന്നിൽ തന്നെയാണ്. പിന്നെ നല്ല സൗണ്ട് സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വണ്ടി 160 ഓടിക്കുന്നൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അന്നേരം 158, അതായത് 160 കിലോമീറ്ററിൽ പോയി കഴിഞ്ഞാൽ ഔട്ട്ലാൻഡറിനകത്തുള്ളൊരു നോയ്സും ഒരു കുലുക്കവും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഇതണക്കിരിക്കും. അതായത് ഈ പറയത്തക്ക സൗണ്ടോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഏകദേശം ഒരു 2800 RPM-ലാണ് ഈ 160-ൽ പോകുന്നത്. ശരിക്കും ഇതിനൊരു 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടാണ് ഈ വണ്ടി പോകുന്നത്. 158-ലാണ്. നമുക്കിപ്പോൾ അവിടെ മീറ്റർ ഗേജിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശരിക്കും ഹൈ സ്പീഡിലൊക്കെ പോകാൻ വേണ്ടി സൂപ്പറാണ് നമ്മുടെ വണ്ടി. അടുത്ത ഈ ഔട്ട്ലാൻഡറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നല്ല ചെറിയ ടേണിംഗ് റേഡിയസ് ആണ്. എനിക്ക് തോന്നുന്നു 5.5 എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ടേണിംഗ് റേഡിയസ്. ഇത്ര വലിയൊരു വണ്ടിയായിട്ട് പോലും നല്ല രീതിയിൽ നമുക്ക് ടേൺ ചെയ്തെടുക്കാനും വേണ്ടി പറ്റുന്നുണ്ട്. ഇവനും കൊച്ചു സെഡാൻ കാറുകളുടെ അതേ ലാഘവത്തോടുകൂടി തന്നെ നമുക്ക് തിരിച്ചെടുക്കാനും വേണ്ടിയൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും റിയറിലും പാർക്കിംഗ് സെൻസറൊക്കെ ഉണ്ട്. അത് നല്ല എഫിഷ്യൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനും വേണ്ടിയൊക്കെ എളുപ്പമാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നെ നമ്മൾ ഓഫ് റോഡിങ് ഇതുകൊണ്ട് കുറേ ഓഫ് റോഡിങ് ജബിളി യാനിസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അല്ലാത്തല്ല വണ്ടി നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നീട് ഈ ഒരു റേറ്റിൽ ഇവനൊരു ചൈനീസ് കാറിൻ്റെ വിലയ്ക്ക് നമുക്ക് ഇത്രയും വലിയ ഒരു ജപ്പാൻ കാർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡയലോഗ്, എല്ലാവരുടെയും ഒരു പ്രധാന ചോദ്യമാണ് എന്ത് മൈലേജ് കിട്ടുമെന്നുള്ള കാര്യം. മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ അബുദാബി റോഡൊക്കെ ഓടുമ്പോഴത്തേക്ക് ഒരു 10-14 ആ ഒരു റേഞ്ചാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ മാന്യമായിട്ട് നമ്മളൊരു 120-ലൊക്കെ ക്രൂസ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 17ഒക്കെ നമുക്ക് മൈലേജ് കാണിക്കുന്നുണ്ട്. ഇവൻ ഒരു നോർമൽ റൈഡിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മളിവിടെ ലോക്കൽ ഓട്ടങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും കുറവ് കാണിക്കുന്നത് 10 പിന്നെ ഒരു 14 വരെ പല ഡിപ്പെൻഡ് ഓൺ ദ റോഡ് കണ്ടീഷൻസും നമ്മളുടെ സ്പീഡും അനുസരിച്ചിട്ട് 16 വരെ വരുന്നുണ്ട്. 14 വരെ 10 മുതൽ 14 വരെ വരുന്നുണ്ട്. സുഹൃത്തുക്കൾ, അന്നേരം 10-14 അതിൻ്റെ മൈലേജ് കിട്ടുന്നത്. ഏറ്റവും മോശം രീതിയിൽ നമുക്കൊരു 10 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നോർമൽ അല്ല. ഈ റോഡത്തെ നമ്മളുടെ ഒരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12.3 കാണിക്കുന്നത്. നമ്മൾ ജബിളിയാനിസിൽ പോയപ്പോഴുള്ള ഓഫ് റോഡിങ് വീഡിയോസുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വണ്ടി കൂടിയാണ് ഔട്ട്ലാൻഡറും അതുപോലെ തന്നെ ഡെസ്റ്റിനേറ്ററും. രണ്ട് വണ്ടികളും സൂപ്പർ വണ്ടികളാണ്. രണ്ട് ഡ്രൈവിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും ഈ രണ്ട് വണ്ടികളിലും ഏതായിരുന്നു കൂടുതൽ ഇഷ്ടമെന്ന് തീരുമാനിക്കാൻ പറ്റുക. അന്നേരം എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.